കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കുണ്ടായ തോൽവിയുമായി ബന്ധപ്പെട്ട് CPIയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിലെ വിശദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു 80% CPMനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് CPI മുന്നോട്ട് വെക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായ ഒരു തോൽവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPMും CPIയും കരുതിയിരുന്നില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഇടതുമുന്നണി നേതൃത്വത്തിനും CPMനും കഴിഞ്ഞില്ല എന്നാണ് CPIയുടെ കുറ്റപ്പെടുത്തൽ. 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുമെതിരെ ശക്തമായ ജനവികാരമുണ്ടായിരുന്നു. പല മേഖലകളിലും പാളിപ്പോയ സർക്കാരാണ് കേരളം ഭരിച്ചതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം പാർട്ടി നേതൃത്വങ്ങൾക്ക് ഉണ്ടായില്ല എന്നാണ് CPI നേതൃത്വം പറയുന്നത്. അതോടൊപ്പം തന്നെ CPIക്കുണ്ടായ ദയനീയ പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നാണ് അവരുടെ വിലയിരുത്തൽ. CPIയുടെ പൊന്നാപുരം കോട്ടയായ പല മണ്ഡലങ്ങളിലും അതിദയനീയമായ പരാജയമാണ് CPIക്ക് നേരിടേണ്ടി വന്നത്. തൃശൂരിൽ CPI അടപടലം തോൽക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ മന്ത്രി ചിഞ്ചു റാണി മത്സരിച്ച മണ്ഡലമടക്കം കൊല്ലം ജില്ലയിൽ അടക്കം വലിയ പരാജയം പാർട്ടിക്കുണ്ടായി. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം പരമ്പരാഗതമായി CPI മാത്രം ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ സത്യൻ മൊകേരിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചത് അഡ്വക്കേറ്റ് P വസന്തത്തെ മത്സരിപ്പിച്ചത് പാളിപ്പോയെന്ന് പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. അത്തരത്തിൽ പലയിടങ്ങളിലും മന്ത്രിമാർ അടക്കമുള്ള പല പ്രമുഖർക്കുമുണ്ടായ പരാജയം CPIയെ തെല്ലൊന്നുമല്ല ഉലച്ചിരിക്കുന്നത്. CPIക്കും CPMനും ഉത്തരവാദിത്തം ഈ തോൽവിക്കുണ്ടെങ്കിലും ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണക്കാർ CPM തന്നെയാണെന്ന് CPI നേതൃത്വം പറയുന്നു. കാരണം പാർട്ടി നേതാക്കന്മാരുടെ ഒരു ധാർഷ്ട്യം, ധിക്കാരം എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചു. താഴെത്തട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. സാധാരണക്കാരായ ജനങ്ങളെ വകവെക്കാതെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാതെ വെറും PRD പരസ്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പരസ്യങ്ങൾ കൊണ്ട് മാത്രം സർക്കാർ മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിച്ചു. ഇത് തിരിച്ചടിയായി. മുഖ്യമന്ത്രിയുടെ ശൈലി വലിയ തിരിച്ചടി ഈ പാർട്ടിക്ക് മുന്നണിക്കും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും CPI വിലയിരുത്തുന്നു. ധാർഷ്ട്യവും ധിക്കാരവുമായിരുന്നു പല മന്ത്രിമാർക്കും ഉണ്ടായത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചു. സാധാരണക്കാരായ വോട്ടർമാർ മുന്നണിയെ കൈവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം മന്ത്രിമാരുടെ ധിക്കാരവും ധാർഷ്ട്യവും തന്നെയാണ്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് സംസ്ഥാനത്ത് എന്ന് തിരിച്ചറിയാൻ മുന്നണി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുണ്ടായ ദയനീയ പരാജയം ആഴത്തിൽ പരിശോധിക്കാനും പഠിക്കാനും മുന്നണി നേതൃത്വം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് മുഖമീനിക്കെങ്കിൽ ഇത്രത്തോളം ദയനീയമായ ഒരു പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നും CPI നേതൃത്വം വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ പല CPIയുടെ ജില്ലാ ഘടകങ്ങളിലും തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അവർ ബിനോയ് വിശ്വത്തെ കൂടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട്. ബിനോയ് വിശ്വത്തെ പോലെ ഒരു പരാജിതനായ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും കളങ്കമേൽപ്പിക്കുന്നു എന്നാണ് CPI നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പല CPI നേതാക്കന്മാർക്കും ബിനോയ് വിശ്വത്തിന്റെ പ്രവർത്തന ശൈലിയോട് യോജിപ്പില്ല. AKG സെന്ററിലെ B ടീമിനെ പോലെ പ്രവർത്തിക്കുകയാണ് CPI എന്നാണ് പല CPI നേതാക്കന്മാരും പറയുന്നത്. അതായത് നേരത്തെ വെളിയം ഭാർഗവൻ അടക്കമുള്ളവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം കൈകാര്യം ചെയ്തപ്പോൾ പാർട്ടിക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു. CPMന്റെ B ടീമായി പ്രവർത്തിക്കാതെ CPMനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അടക്കം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. മുന്നണിയുടെ തിരുത്തൽ ശക്തിയായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ തിരുത്തൽ ശക്തിയായിട്ടാണ് CPI പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല. CPM പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന ഒരു നിലപാടിലേക്കും CPI മാറി. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബിനോയ് വിശ്വൻ തന്നെയാണെന്ന പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും കുറ്റം പറയുന്നു. അതോടൊപ്പം തന്നെ CPIയുടെ യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനകളുടെ പ്രവർത്തനം ശുഷ്കിച്ചിരിക്കുന്നു. ഭരണത്തിന്റെ ആലസ്യത്തിൽ നിന്ന് ഇപ്പോഴും ഉയർത്തെഴുന്നേക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നൊരു വിമർശനം കൂടി CPI ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് CPMനെ തന്നെയാണ്. CPMനോടൊപ്പം തന്നെ CPIക്കും പരാജയം ഉണ്ടായിട്ടുണ്ടെന്ന സ്വയം വിമർശനം നടത്തിയാൽ 5 വർഷം കൊണ്ട് തിരിച്ചുവരവിന്റെ ഒരു ശ്രമം നടത്താൻ ഇരു പാർട്ടികൾക്കും കഴിയുമെന്ന ഒരു തിരിച്ചറിവ് ഇരുവർക്കും ഉണ്ടാകട്ടെ.